നമ്മൾ പോകുന്നേ? അത് നീ പാമ്പുങ്കാവ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമന്റെ കഥ പറഞ്ഞു തന്നിട്ടില്ലേ അമ്മ? പരശുരാമൻ തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായ ക്ഷത്രിയ രാജാക്കന്മാരെ എല്ലാം വധിക്കും. ആ പാപത്തിൽ നിന്നും മുക്തി കിട്ടാനായി കടലിൽ നിന്നും സൃഷ്ടിച്ച് ബ്രാഹ്മണർക്ക് ദാനം കൊടുത്ത ഭൂമിയാണത്രേ നമ്മുടെ ഈ കേരളം. എന്നിട്ട് പക്ഷേ ആ ഭൂമി മുഴുവൻ കൊടും കാടും വിഷപ്പാമ്പുകളുമായിരുന്നു. അങ്ങനെ അവിടം താമസയോഗ്യമല്ലെന്ന് ബ്രാഹ്മണർ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി എല്ലാവരും ചേർന്ന് ചെന്നത് എവിടെയാ? സാക്ഷാൽ പരമശിവന്റെ അടുത്ത്. മഹാദേവന്റെ ആദേശപ്രകാരം പരശുരാമൻ പാമ്പുകളുടെ രാജാവായ അനന്തനെ പൂജിക്കാൻ തുടങ്ങി. അധികം താമസിയാതെ തന്നെ അനന്തൻ പ്രത്യക്ഷപ്പെടുകയും സർപ്പങ്ങൾക്കായി ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം കാടുകൾ ഒഴിച്ചുവെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ കാത്തു സൂക്ഷിച്ച കുഞ്ഞു വീടുകളാണ് ഈ സർപ്പക്കാവുകൾ. കന്നിമാസത്തിലെ ആയില്യം നാളിൽ സർപ്പങ്ങൾക്കായി നൂറും പാലും പൂജയും ഒക്കെ നടത്താറുണ്ട്. നാളെ നമ്മുടെ തറവാട്ടിലെ കാവിലും ആയില്യപൂജയാണ്. അഷ്ടനാഗങ്ങളെ സർപ്പശാപം തീർത്ത് നന്മ വരുത്തേണം നാഗദൈവങ്ങളെ. അമ്മൂമ്മേ, പൂജയ്ക്ക് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു അമ്മേ? എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെള്ളിത്തട്ടി നൂറും പാലും മെതിച്ചിടാം നഗത്താനെ മഞ്ഞ